ഉബുണ്ടുവിൽ എങ്ങനെ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ഫ്ലട്ടറിൻ്റെ സൈറ്റ് flutter.devലോട്ട് പോകാം. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കറൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അപ്പോൾ ലിനക്സ് ക്ലിക്ക് ചെയ്യാം. അവിടെ കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മിനിമസ് ഡിസ്ക് സ്പേസ് 600 MB, ലിനക്സ് 64 ബിറ്റ് വേണം. പിന്നെ ഫ്ലട്ടറിൻ്റെ കുറച്ച് ഡിപ്പെൻഡൻസീസ് ഉണ്ട്, ബാഷ്, കേൾ, ഫയൽ, ഗിത്ത്. അപ്പോൾ മിക്ക ഉബുണ്ടുവിൽ ഇതെല്ലാം ഡീഫോൾട്ട്ലി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫ്ലട്ടറിൻ്റെ പാക്കേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫ്ലട്ടർ സിപ്പ് 2.5.2 എന്ന് പറഞ്ഞ ഒരു TAR ഫയൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് അറൗണ്ട് ഇപ്പോൾ കാണിക്കുന്നത് 561 MB ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലട്ടറിൻ്റെ പാക്കേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോവുക. നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ മിസ്സാവാത്ത ഏതെങ്കിലും ഒരു ഫോൾഡറിൽ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുറന്ന് വന്നിട്ടുണ്ട്. നമുക്കതപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാം. നമുക്ക് മെയിനായിട്ട് ഹോം ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. നേരെ ഹോമിലോട്ട് പോവുക, എക്സ്ട്രാക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് എവിടെയാണ് എക്സ്ട്രാക്ട് ചെയ്തത് നമുക്ക് ഹോം ഫോൾഡറിൽ പോവാം. അപ്പോൾ ഇവിടെ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ എല്ലാതും എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ പാത്ത് നമ്മളിവിടെ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ലിനക്സിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് താഴെയുള്ള ഡോക്യുമെൻറ്റ്സ് വായിച്ചു നോക്കാം. അപ്പോൾ പാത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് bash.rc എന്നൊരു ഫയലാണ് നമുക്ക് അതിൽ എക്സ്പോർട്ട് പാത്ത് എന്ന് പറഞ്ഞിട്ടാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ bash.rc നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഹോമിൽ പോവുക. നമുക്ക് കൊടുത്ത ഹിഡൻ ഫയൽസ് കാണണം. ഹിഡൻ ഫയൽസ് ആണെങ്കിൽ നമ്മൾ Ctrl+H കൊടുത്താൽ മതി. Ctrl+H കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിനക്സിലെ എല്ലാ ഹിഡൻ ഫയൽസും കാണാൻ പറ്റും. അപ്പോൾ അതിൽ കാണാൻ നമുക്ക് .bashrc എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് കോഡുകളെല്ലാം അതിലുണ്ടാവും, ഇതുപോലെ എൻവയോൺമെൻറ്റ് വേരിയബിൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഫ്ലട്ടറിൻ്റെ ലൈൻ കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു കമൻ്റായിട്ട് ഫ്ലട്ടർ എന്ന് അങ്ങനെ കൊടുക്കാം. അതിന് താഴെ നമുക്ക് ഫ്ലട്ടറിൻ്റെ പാക്കേജിൻ്റെ പാത്ത് നമുക്ക് കൊടുക്കാം. അതിന് ഈ സെയിം പാത്ത് ഇവിടെ കോപ്പി ചെയ്യുക, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ബിന്നിലോട്ടുള്ള പാത്ത് അവിടെ റീപ്ലേസ് ചെയ്യാം. ബിന്നിലോട്ടുള്ള പാത്ത് കിട്ടണമെങ്കിൽ ഹോമിൽ പോവുക. ഹോമിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോവുക, ബിന്നിൽ പോവുക. നേരെ ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് PWD പ്രിൻ്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് പാത്താണെന്ന് ആ കമാൻഡിൽ നമുക്ക് കിട്ടും. അത് നമ്മൾ കോപ്പി ചെയ്യുക. ഉബുണ്ടുവിൽ കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+C അല്ല, Ctrl+Shift+C ആണ് യൂസ് ചെയ്യുക. Ctrl+Shift+C കൊടുത്തിട്ട് നേരെ നമ്മുടെ bash.rc എന്ന് പറയുന്ന ഫോൾഡറിൽ പാത്തിൻ്റെ അവിടെ പോയിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്യുക. Ctrl+V കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാത്ത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുക. bash.rc എന്ന് പറഞ്ഞാൽ ഫയൽ ക്ലോസ് ചെയ്യുക. എല്ലാ ടെർമിനൽസും നമ്മൾ ക്ലോസ് ചെയ്യണം, കാരണം ഇത് എഫക്റ്റ് ചെയ്യുക നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത സെറ്റപ്പ് ഫ്ലട്ടറിൻ്റെ പാത്ത് അപ്ഡേറ്റ് ചെയ്തതെല്ലാം നമുക്ക് കറക്റ്റ്ലി ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടെർമിനലിൽ ഫ്ലട്ടർ ഡോക്ടർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ടൈപ്പ് ചെയ്താൽ മതി, റൺ ചെയ്താൽ മതി. അപ്പോൾ ഫ്ലട്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ കമാൻഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്ത പാക്കേജസ് മിസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലട്ടർ ഡോക്ടർ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഫ്ലട്ടർ ഡോക്ടർ റൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഫ്ലട്ടർ എന്ന് പറഞ്ഞ പാക്കേജ് അവൈലബിൾ ആണ്, വെർഷൻ 2.5.2. ആൻഡ്രോയിഡ് ടൂൾ ചെയിൻ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ക്രോം എന്ന് പറഞ്ഞാൽ ക്രോം അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾഡ് അല്ല. കണക്റ്റഡ് ഡിവൈസ് ഒരു ഡിവൈസ് അവൈലബിൾ ആണെന്നുണ്ട്. അപ്പോൾ ആ ഡിവൈസ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്ലട്ടർ ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡിവൈസാണ് ഇപ്പോൾ ഈ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഫ്ലട്ടർ വെബ് ബിൽഡ് സപ്പോർട്ട് ചെയ്യുന്ന കാരണം ക്രോം എന്ന് പറയുന്നത് ഇപ്പോൾ കണക്റ്റഡ് ഡിവൈസ് ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ക്രോമാണ് ആ കണക്ട് ചെയ്ത ഒരു ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഡാർട്ടാണ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫ്ലട്ടറിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് ഫ്ലട്ടറിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ആ ഭാഗത്ത് കാണിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി ഇനി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ഒരു IDE ആണ്.
അപ്പോൾ ഡാർട്ടിൻ്റെ കോഡ് എഴുതാനും അത് ഡീബഗ് ചെയ്യാനും നമുക്കൊരു IDE ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു IDE എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് code.visualstudio.com അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിലോട്ട് പോവുക. അതിൽ ഇപ്പോൾ ഉബുണ്ടു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് .dev പാക്കേജ് ആയിരിക്കും ഞാൻ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ റെഡ് ഹാറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ .rpm എന്ന് പറഞ്ഞ പാക്കേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡെബിയൻ പാക്കേജ് അറൗണ്ട് 77 MB ഉണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ഉബുണ്ടു ഓട്ടോമാറ്റിക് അത് ഇൻസ്റ്റാൾ ചെയ്തോളും. ഓക്കെ, ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഡാർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡാർട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡാർട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. പ്രൊജക്റ്റിൻ്റെ പേര് ഇപ്പോൾ ഹലോ വേൾഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. ഡാർട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോയിട്ട് അത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കറന്റ് ഓപ്പൺ ചെയ്ത ഡയറക്ടറി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോഡ് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയി വരും. ഓക്കെ, നമുക്ക് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഓൾറെഡി ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു മെയിൻ ഫംഗ്ഷൻ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കറന്റ് നമ്മൾ ചെയ്ത സെറ്റപ്പ് എല്ലാം റെഡി ആണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ ടെർമിനൽ എടുത്തിട്ട് ഡാർട്ട് റൺ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറന്റ് ചെയ്ത എല്ലാ സെറ്റപ്പും കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റ് എല്ലാം കറക്റ്റാണ്, ഡാർട്ട് സെറ്റപ്പ് കറക്റ്റാണ്, കറക്റ്റായിട്ട് റൺ ചെയ്തു. ഇങ്ങനെയാണ് ഫ്ലട്ടർ ഉബുണ്ടുവിൽ സെറ്റപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് ഡാർട്ടിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ നോക്കാം.